ശീഘ്രസ്ഖലനം കാരണം ഒരു പേഷ്യൻ്റ് ഈ അടുത്ത് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ടുള്ള കേസ് ടേക്കിങ് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായത് അവരുടെ വൈഫിന് ഇതിനോട് തീരെ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. അപ്പം ബന്ധപ്പെടുന്നത് ഇവരുടെ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് മാത്രമായിരുന്നു. അപ്പോൾ അതെങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർക്കുക, അല്ലെങ്കിൽ വൈഫ് ഒന്നെങ്കിൽ ദേഷ്യം പിടിക്കുക അല്ലെങ്കിൽ സമ്മതിക്കാതെ വരും എന്നുള്ളൊരു സാഹചര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് പോകെ പോകെ അവർക്ക് തീരെ ടൈം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് മാറി. അപ്പോൾ അവർ പ്രത്യേകം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഡോക്ടറെ എൻ്റെ വൈഫിന് മാത്രം ഇങ്ങനൊരവസ്ഥ, എന്തുകൊണ്ടാണ് അവർക്ക് തീരെ താല്പര്യമില്ലാത്തത് എന്ന്. മറ്റൊരു സാഹചര്യം ഉണ്ടായി. മറ്റൊരു പേഷ്യൻ്റ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഡോക്ടറെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എൻ്റെ വൈഫിന് ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ തമ്മിൽ 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും എൻ്റെ വൈഫ് എന്താണ് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടില്ല. എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ലോ ലിബിഡോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് സെക്സിനോട് താല്പര്യം കുറയുന്നത് എന്നുള്ളതാണ്. ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ തിരിച്ചറിയുക, എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ കാരണങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ തന്നെയാണ്. നമ്മൾക്ക് മാനസികമായിട്ടുള്ള ഇഷ്യൂസ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ റീസൺ വേണമെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്സിൽ, അതായത് സ്ത്രീകളും അവരുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളാവാം. ഒന്നെങ്കിൽ അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കപ്പിൾസ് ആണ് എന്നുണ്ടെങ്കിൽ, അവർ തമ്മിലുള്ള ഒരു പുരുഷൻ എന്ന് പറയുന്നത് അവർക്ക് അധിക കാര്യങ്ങളും ഫിസിക്കലായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, അവർക്കൊരു ബോണ്ട് തോന്നുന്നത് ഒരു ഫിസിക്കൽ കണ്ടന്റ് അവിടെ വരുമ്പോഴാണ്. പക്ഷെ നേരെ മറിച്ച് ഒരു സ്ത്രീൻ്റെ കേസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാത്തടത്തോളം കാലം അവർക്കൊരു ഫിസിക്കൽ ബോണ്ട് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതേപോലെ തന്നെ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫൈറ്റ് തീരാതെ, അതായത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്യാതെ ആണ് നിങ്ങൾ ബെഡ്റൂമിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉള്ളൊരു കണക്ഷൻ അവിടെ നല്ല രീതിയിൽ ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിനോടുള്ള താല്പര്യം വളരെയേറെ കുറവായിരിക്കും. ചില ആണുങ്ങളുണ്ട്, അവർക്ക് അവരുടെ ഭാഗം അവർ കംപ്ലീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഓക്കെ ഞാൻ ഓക്കെയാണ്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വെക്കാറുണ്ട്. പക്ഷേ നേരെ ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് അവർക്കത് ഇമോഷണലി അവിടെ സെറ്റിൽ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പലപ്പോഴും ആണുങ്ങൾ അറിയാറില്ല, പുരുഷന്മാർക്ക് അത് മനസ്സിലാവാറില്ല. അപ്പം ആ ഒരു ഇമോഷണൽ സെറ്റിൽമെൻറ്റ് അവിടെ ഉണ്ടായിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ പോകെ പോകെ ഇവരുടെ ഈ ഇമോഷൻസ് മനസ്സിൽ ഒരുപാട് കെട്ടിക്കിടക്കും. അതായത് സ്ത്രീകൾക്കൊരു കഴിവുണ്ട്, കഴിഞ്ഞ വർഷം ഇന്ന ദിവസം ഇന്നത് നിങ്ങൾ ചെയ്തില്ലേ എന്നുള്ളത് പുറത്തേക്ക് എടുക്കാനുള്ള, അതായത് അത്രയും മെമ്മറി പവറാണ് അവർക്ക് ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു സാഹചര്യം, അത് നിങ്ങൾ ബെഡ്റൂമിലേക്ക് വരുമ്പോഴും ഇവരുടെ മനസ്സിലുള്ള ഈ ഇമോഷൻസ് അവിടെ ബ്രേക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവിടെ ഒരു പീസ് ഉണ്ടായിട്ടില്ല എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ ഇതിലേക്ക് ഇടപഴകാൻ വരുമ്പോൾ വീണ്ടും അന്ന് അങ്ങനെ ഉണ്ടായില്ലേ, ഇന്നിങ്ങനെ ഉണ്ടായില്ലേ, എന്നിട്ട് കണ്ടില്ലേ എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്നുള്ളൊരു ഫീല് ഇവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ അവരുടെ പുരുഷന്മാരോട് ഉള്ള താല്പര്യം കുറയുകയും സെക്സിനോടുള്ള താല്പര്യം കുറയുകയും ചെയ്യും. മറ്റൊന്നാണ് അവർക്ക് എന്തെങ്കിലും സ്ട്രെസ്, ആൻസൈറ്റി, അതായത് അവരുടെ ജോലിയിലാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത് നന്നായിട്ട് ഈ സെക്സ് ഡ്രൈവിനെ ബാധിക്കുന്നതാണ്. പിന്നെ അതേപോലെ സെൽഫ് കോൺഫിഡൻസ്, അല്ലെങ്കിൽ എൻ്റെ ഇമേജിനെ കുറിച്ച് ഞാൻ ഭംഗിയുള്ളവളല്ല, അല്ലെങ്കിൽ എനിക്ക് തടിയുണ്ട്, ഞാൻ പ്രസവം കഴിഞ്ഞപ്പോൾ എൻ്റെ ബോഡി ഭയങ്കര ഷേപ്പ് മാറിയിട്ടുണ്ട്, അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, ഇങ്ങനെ എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ആ ഒരു അട്രാക്ഷൻ എന്നോട് തോന്നുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് സെൽഫ് കൺസെപ്റ്റ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ആ ഒരു ലോ സെൽഫ് എസ്റ്റീം കാരണം പലപ്പോഴും സ്ത്രീകളിൽ ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. മറ്റൊന്നാണ് അവർക്ക് പ്രീവിയസ്ലി എന്തെങ്കിലും ഭയങ്കര മോശപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ അവർ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സെക്ഷൽ അബ്യൂസ് അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതല്ല, അവർക്ക് അവരുടെ പാർട്ട്ണറിൽ നിന്ന് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സെക്ഷൽ അപ്രോച്ച് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കേസ് ഉണ്ടായിരുന്നു, അതായത് അവർക്ക്
അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് വന്നിട്ട് ഭയങ്കര പരാതിയായിരുന്നു. ഞാൻ എനിക്ക് കഴിയില്ല, ഞാൻ പോകാനുള്ളിടത്തെല്ലാം പോയി ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, എനിക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടും ഇവളുമായിട്ട് ആ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നില്ല, പെയിനാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് അവർ മാറി നിൽക്കുകയാണ് എന്നെല്ലാം പറയുന്നത്. അപ്പം വൈഫിനോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പം വൈഫ് പറഞ്ഞത്, എൻ്റെ ഫസ്റ്റ് നൈറ്റിന് ഞാൻ ഇതിന് തീരെ പ്രിപ്പയർഡ് ആയിരുന്നില്ല, എനിക്ക് അറിയില്ലായിരുന്നു എന്താണ് സെക്സ് എന്നുള്ളതോ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നുള്ളതോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ അവരുടെ ഒരു നിർബന്ധത്തിന് വേണ്ടി ഞാൻ വഴങ്ങി കൊടുക്കേണ്ടി വന്നു. ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രയും പെയിൻഫുൾ ആയിരുന്നു അതെനിക്ക്. അതുകൊണ്ട് തന്നെ ഓരോ തവണയും ഞാൻ എൻ്റെ മൈൻഡ് കൊണ്ട് ഞാൻ ഇതിലേക്ക് വരുമ്പോഴേക്കും എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ആണ് തിരിച്ച് എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഇതിനോട് തീരെ താല്പര്യം തോന്നായികയാണ് ഡോക്ടർ എന്നുള്ള ഒരു പരാതിയാണ് അവർ പറഞ്ഞത്. അപ്പം പ്രീവിയസ്ലി അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റ്, അതായത് അവർക്ക് എന്തെങ്കിലും മോശപ്പെട്ടിട്ടുള്ള രീതിയിലാണ് അവർക്ക് സെക്ഷൽ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ഒരു സെക്സിനോട് താല്പര്യം കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ മെൻ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് മൈൻഡ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് അവർക്ക് ഫിസിക്കലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ചില സ്ത്രീകളിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കും അവരുടെ യോനി ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ലുബ്രിക്കേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര ഡ്രൈ ആയിരിക്കും, ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അപ്പം സ്വാഭാവികമായിട്ടും അവർ പെയിൻ അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് ഇതിനോട് താല്പര്യമുണ്ട്. നമുക്കൊരു പെയിൻ തോന്നുന്ന ഒരു സന്ദർഭത്തിനോട് നമുക്ക് വീണ്ടും അതിനോട് താല്പര്യം തോന്നായികയല്ലേ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ചില ആളുകൾക്ക് വെജൈനസ്മസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഈ ഒരു ഭാഗത്തെ മസിൽസ് ഭയങ്കര ടൈറ്റായിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് ചില ആളുകൾ ഒരു കേസ് ഉണ്ടായിരുന്നു ഈ അടുത്ത്, അവർ ഡോക്ടർ ഞാൻ എന്ത് ശ്രമിച്ചിട്ടും എങ്ങനെ ചെയ്തിട്ടും എനിക്ക് എൻ്റെ ലിംഗത്തെ അകത്തേക്ക് കയറ്റാൻ സാധിക്കുന്നില്ല, ഇതെന്തുകൊണ്ടാണ് ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവിടുത്തെ മസിൽസ് ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുകയാണ് ചെയ്യുക. അപ്പം ആ ഒരു റിലാക്സേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ബന്ധപ്പെടുന്ന പ്രോസസ്സ് നടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ശരിക്കും ഒന്നെങ്കിൽ അവർക്കൊരു കൗൺസിലിംഗ് വേണ്ടി വരും, അല്ലെങ്കിൽ അവർക്കൊരു മെഡിസിൻ വേണ്ടി വരുന്ന സാഹചര്യമാണ്. അപ്പം ഇങ്ങനെ വരുമ്പോഴും ഇവർക്ക് ഇതിനോടുള്ള താല്പര്യം കുറയുകയും ചെയ്യും. അതേപോലെ തന്നെ രോഗങ്ങളായിട്ടുള്ള ഡയബറ്റിസ്, അതായത് ഷുഗർ, പ്രഷർ ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, തൈറോയിഡൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഇതേപോലെ ഇതിനോട് താല്പര്യം കുറയാനുള്ള സാധ്യതകളും കൂടുതലാണ്. മറ്റൊന്നാണ് ചില മരുന്നുകൾ പ്രത്യേകിച്ച് ആൻറ്റി ഡിപ്രസൻസ് ഒക്കെ കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരിൽ ഇതുപോലെ ചില ആൻറ്റി ഡിപ്രസൻസിൽ ഇതുപോലെ ഈ ഒരു താല്പര്യക്കുറവ് ഉണ്ടാക്കുന്ന വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. മറ്റൊന്നാണ് ഇപ്പം പ്രഗ്നൻസി കഴിഞ്ഞ കേസസ്, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞു കുട്ടിക്ക് പാല് കൊടുക്കുന്നൊരു സ്റ്റേറ്റാണ്. അവരിൽ പ്രത്യേകിച്ച് ഈ ഹോർമോണൽ ഇംബാലൻസ് ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു താല്പര്യക്കുറവിനുള്ള ചാൻസസ് കൂടുതലാണ്. അതുമാത്രമല്ല, പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം മദേഴ്സ് ആയവർ, ഇപ്പം ആദ്യത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതിനുശേഷം ഞങ്ങൾക്ക് തമ്മിലുള്ള ബന്ധം കറക്റ്റായിട്ടില്ല, പിന്നെ ഒരു പഴയ ആ ഒരു ആവേശമോ അല്ലെങ്കിൽ ആ ഒരു ആസ്വാദനം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആദ്യത്തെ കുട്ടിയാണ്, അറിയില്ല എങ്ങനെയാണ് ഈ ഒരു കുട്ടി ഒരു ഫസ്റ്റ് ടൈം മദറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും അറിയാത്തൊരു കാര്യമാണ്. അതുവരെ എല്ലാവരും അവരെ കെയർ ചെയ്ത് കൊണ്ട് നടന്നിരുന്നത്, അതേപോലെ അതിൻ്റെ എക്സ്ട്രാ കെയർ അവരൊരു കുട്ടിയിലേക്ക് ഫുൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം സ്വാഭാവികമായിട്ട് അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ അതിൻ്റെ ക്ഷീണവും അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിലായിരിക്കും അധിക സ്ത്രീകളും വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇതിനോട് താല്പര്യം കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ മെനോപോസ്, അതായത് മെൻസ്ട്രേഷൻ, പീരിയഡ്സ് ആർത്തവകാലം നിന്ന് കഴിഞ്ഞ ആളുകളിലാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അവരുടെ ബോഡിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നതുകൊണ്ട് തന്നെ ഈ ഒരു യോനിക്കകത്തുള്ള ലിക്വിഡ് ഫോർമേഷൻ അല്ലെങ്കിൽ ഈ ലൂബ്രിക്കൻ്റ് ഫോർമേഷൻ കുറവായിരിക്കും, ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പെയിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ താല്പര്യം കുറയാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്ത്രീക്ക് താല്പര്യം കുറയാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്,
ഇപ്പം പല ആളുകളും ഈ പറഞ്ഞ ഈ ഒരു കാരണം കൊണ്ട് വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, ഞാൻ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ്, ഞാനും അവളും തമ്മിൽ ഒരു ബന്ധത്തിന് ഒരു പ്രശ്നങ്ങളില്ല, ഞങ്ങൾ റോക്ക് ആൻഡ് റോക്കാണ്, ഞങ്ങൾ ഒരു അങ്ങനത്തെ ഒരു ഇഷ്യൂസേ ഇല്ല, ഡോക്ടർ ഒന്ന് അവളോട് ചോദിച്ചാൽ മതി, ഞാൻ 100% പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ 100% പെർഫെക്റ്റ് അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് 100% പെർഫെക്റ്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള ഡയലോഗ്സ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ അത് വൈഫിനോട് ചോദിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കാറുള്ളത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ അവർ തമ്മിലുള്ള കണക്ഷൻ ഇഷ്യൂ തന്നെയാണ്. അതായത് ഈ പറഞ്ഞതുപോലെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പറഞ്ഞ് തീർക്കാറുണ്ട്, പക്ഷേ അത് തീർന്നു കഴിഞ്ഞാലും എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ അംഗീകരിച്ചതായിട്ട് ഒരിക്കലും എനിക്ക് ഫീൽ ചെയ്യാറില്ല. അല്ലെങ്കിൽ എന്നെ ഒരിക്കലും, ഈ അടുത്തൊരു കേസ് ഉണ്ടായിരുന്നു, അവരെന്നോട് പറഞ്ഞത് ഇതാണ്, ഞാൻ ഭംഗിയുള്ള കാര്യത്തിന് ഞാൻ ഭംഗിയുണ്ടെന്ന് പറയുള്ളൂ, രസമുള്ളതിന് മാത്രമേ ഞാൻ രസമുണ്ടെന്ന് പറയുള്ളൂ, ഞാൻ ഒരിക്കലും കളവ് പറയാത്ത ഒരാളാണ് എന്നുള്ളത്. അപ്പോൾ വൈഫിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഞാൻ അത്ര എഫേർട്ട് അതിലിട്ടിട്ട് എന്നോട് ഒരു നല്ല വാക്ക് പോലും അവർക്ക് എന്നോട് പറയാൻ സാധിച്ചില്ലല്ലോ, തോന്നിയില്ലല്ലോ, ഞാൻ ചെയ്തതിൽ എന്താണോ മോശം അത് മാത്രമല്ലേ അവരെന്നോട് അതിൽ കണ്ടിട്ടുള്ളൂ എന്നുള്ള ആ ഒരു സങ്കടമാണ് അവരുടെ മൈൻഡിൽ അപ്പോഴും അവിടെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇമോഷണൽ കണക്ഷൻ അവിടെ ഉണ്ടായാൽ മാത്രമാണ് ഈ ഒരു സ്ത്രീ, ഇപ്പോൾ ഒരു പുരുഷനെന്ന് പറയുന്നത് ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ, അത് ഏത് പാതിരാക്ക് കണ്ടു കഴിഞ്ഞാലും എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും അവർക്ക് ഈ ഒരു ടേൺ ഓൺ അല്ലെങ്കിൽ അവർക്കൊരു താല്പര്യം തോന്നാനുള്ള കഴിവുണ്ട്. പക്ഷെ ഒരു സ്ത്രീയെ അതായത് അത് പ്യുവർലി ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനെ കണ്ടതുകൊണ്ട് മാത്രം അവർക്കൊരു താല്പര്യം വരേണ്ടതില്ല. അവർക്ക് അവിടെ ഒരു മെൻ്റൽ അതൊരു ഇമോഷണൽ ഫീൽ, ഇപ്പോൾ ഒരു നല്ല എന്താ കാണാൻ കൊള്ളുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരാ കാണാൻ കൊള്ളാം എന്നുള്ളതേ അവർ പറയുള്ളൂ. അതല്ലാതെ അതിലപ്പുറം ഒരു ചിന്തയിലേക്ക് ഒരു സ്ത്രീ ഒരിക്കലും പോകുന്നില്ല. അപ്പം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരാളുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ഇതിനോട് കൂടുതലായിട്ട് താല്പര്യം തോന്നുകയുള്ളൂ. അതുപോലെ വേറെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർ പ്ലേ എന്നുള്ളത് എപ്പോഴും ബെഡ്റൂമിനകത്ത് നിന്നുകൊണ്ടുള്ളതൊന്നാവണം എന്ന് നിർബന്ധമില്ല. അതായത് ഫോർ പ്ലേ എന്ന് പറയുന്നത് എന്താണ്, പൊതുവെ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്, ജസ്റ്റ് എന്താ പറയുക അവരുടെ ബ്രസ്റ്റിൽ മാത്രമാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രം ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളത്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുക്കുന്ന ഒരു ചെറിയ ഉമ്മ പോലും അവർക്കൊരു ഫോർ പ്ലേ ആണ്. അതായത് അവർക്ക് ഈ ഒരു എന്താ പറയുക, ചിലപ്പോൾ ഫോർ പ്ലേ നിങ്ങൾക്ക് രാവിലെ മുതലേ ആവാം, അതായത് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയത് തന്നെ ആവാം. അതായത് ഇതിന് ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹഗ്ഗിങ് അല്ലെങ്കിൽ ഒരു കിസ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ടച്ചസ് അത് ഇമോഷണലി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ മാത്രമാണ് പിന്നീട് ബെഡ്റൂമിൽ അവർക്കൊരു താല്പര്യം വരുള്ളൂ. ഈ ഇടയ്ക്ക് ഒരുപാട് റീൽസ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. വൈഫ് ഹസ്ബൻഡിനെ കെട്ടിപ്പിടിക്കാൻ നോക്കുന്നു, ഉമ്മ വെക്കാൻ നോക്കുന്നു, പക്ഷേ അപ്പോഴൊക്കെ ഹസ്ബൻഡ് തട്ടി മാറ്റുന്നു. തിരിച്ച് വൈഫിനെ ബെഡ്റൂമിൽ വന്നിട്ട് കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും നോക്കിയപ്പോൾ വൈഫ് ഒറ്റയടിക്ക് തട്ടി മാറ്റി. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇമോഷണൽ, ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫീലിംഗ്, അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് ബെഡ്റൂമിൽ മാത്രമാണ് എന്നുള്ളത് വൈഫിന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ മറ്റൊന്നാണ് റഷ് ചെയ്യുക കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഈ മുന്നേ ഞാൻ പറഞ്ഞ കേസിലെ പോലെ, അതായത് അവർക്കൊരു ടൈം കൊടുക്കാതെ അല്ലെങ്കിൽ അവർക്ക് ഇതിനോട് വാമപ്പ് ചെയ്യാനുള്ളൊരു ടൈം കൊടുക്കാതെ ആ ഒരു ബോണ്ട് ഇല്ലാതെ നിങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻ എനിക്ക് എത്ര ടൈം കിട്ടും, എനിക്ക് എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പുരുഷന്മാർ അതിൽ ചിന്തിക്കുന്നത്. അതല്ലാതെ അവിടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കണക്ഷനെ കുറിച്ച് നിങ്ങൾ തീരെ ചിന്തിക്കാതെയാണ് നിങ്ങൾ സെക്സിലേക്ക് അല്ലെങ്കിൽ ബന്ധപ്പെടാൻ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഈ പറഞ്ഞ പോലെ താല്പര്യക്കുറവിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവർക്ക് ഓർഗാസം വരാൻ അല്ലെങ്കിൽ അവർക്ക് ആ ക്ലൈമാക്സിലേക്ക് എത്താൻ ഒരുപാട് ടൈം എടുക്കും. അത് ഫസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ഫോർ പ്ലേൻ്റെ ടൈം ഉണ്ട്, അത് കഴിഞ്ഞ് അവർ അതിലേക്ക് ഹീറ്റപ്പായി പിന്നീട് നിങ്ങളെ ലാസ്റ്റിലേക്ക്, അത് മാത്രമല്ല വേറെ ഒന്ന് പ്രത്യേകം പറയാനുള്ളത്, പെനിട്രേഷൻ മാത്രമല്ല ഒരു സ്ത്രീക്ക് എന്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓർഗാസം അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ് എത്തിക്കാനുള്ള
ഒരു രീതി എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് പ്രത്യേകം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് നമുക്ക് പോൺ അല്ലെങ്കിൽ അശ്ലീല വീഡിയോസ് ഒരുപാട് എപ്പോഴും എങ്ങനെയും കിട്ടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തന്നെ അതിലുള്ളത് അങ്ങനെയാണ്, അവരിങ്ങനെയാണ് ചെയ്യുന്നത്, അതിലെ സൈസ് ഇങ്ങനെയാണ്, അതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു നോഷൻ അല്ലെങ്കിൽ ഒരു പിക്ചർ കറക്റ്റായിട്ട് ചില ആളുകൾ ഉണ്ടാക്കാറുണ്ട് അവരുടെ മനസ്സിൽ. അത് നേരെ വന്ന് വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ അവിടെ കാണുന്ന പോലെയുള്ള ശരീരങ്ങളായിരിക്കില്ല നിങ്ങൾക്ക് വൈഫിൻ്റെ അടുത്ത്. അത് ഒരുപാട് ഹോർമോണൽ തെറാപ്പികളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പ്ലാസ്റ്റിക് സർജറീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ഒരുപാട് ഫിഗേഴ്സാണ് അതിലുള്ളത്. അത് നോക്കിയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫിഗർ നോക്കിയിട്ട് നിങ്ങൾ അവിടുത്തെ പരീക്ഷണങ്ങൾ ഇവിടെ വീട്ടിൽ വന്ന് പരീക്ഷിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതൊരു വലിയ ഫ്ലോപ്പായിരിക്കും. മാത്രമല്ല നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം തന്നെ അവിടെ ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട്, അങ്ങനെ ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ വൈഫ് ഇതൊന്നും ചെയ്തു തരില്ല എനിക്ക് എന്ന് പറഞ്ഞിട്ട് പല ആളുകളും എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഫോൺ വീഡിയോസിൽ കാണുന്നവരല്ല നിങ്ങളുടെ വൈഫ് എന്ന് പറയാനുള്ളതാണ് ആദ്യം ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് അവരുടേതായ വ്യക്തിത്വമുണ്ട്, അവരുടേതായ താല്പര്യങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്. ചില ആളുകൾക്ക് ചില കാര്യങ്ങളോട് ഭയങ്കരമായിട്ടുള്ള അറപ്പുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിന് സാവകാശം നിങ്ങൾ മാറ്റിയെടുക്കുക അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിൽ ആദ്യം പറയാനുള്ളത്. മറ്റൊന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ലിംഗത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈംഗിക അവയവത്തിന് കറക്റ്റായിട്ട് നിങ്ങൾ പരിപാലിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഒരു പുരുഷൻ്റെ കേസിൽ നിങ്ങൾ കറക്റ്റായിട്ട് കഴുകുന്നില്ല നിങ്ങളുടെ ലൈംഗിക ഭാഗം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഭയങ്കരമായിട്ടുള്ള ഒരു മണം ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്, ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലൈംഗിക ഭാഗത്തിന് കഴുകുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഫോർ സ്കിന്നിനെ പുറകിലേക്ക് വലിച്ചിട്ട് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി വെക്കുക എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ അവിടെ ഒരു തരം ചീസി പോലെ വൈറ്റ് കളറായിട്ട് ഭയങ്കരമായിട്ട് തിക്കായിട്ട് അടിഞ്ഞുകൂടാനുള്ള ചാൻസസ് കൂടുതലും. നിങ്ങൾക്ക് അത് കാരണം ഭയങ്കര സ്മെല്ലിയാണ് അല്ലെങ്കിൽ ചൊറിച്ചിലാണ്, വേറെ കുറേ പ്രശ്നങ്ങൾ വരികയാണ് എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്താനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ ആ ഒരു ഭാഗം എപ്പോഴും ക്ലീൻ ആൻഡ് ഡ്രൈ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല യൂസ് ചെയ്യുന്ന അണ്ടർവെയർസ് എപ്പോഴും കോട്ടൺ ആയിരിക്കാനും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവിടെ ചൂട് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം നമ്മളുടെ ബോഡിയിൽ ഇപ്പോൾ ഒരു ആണിൻ്റെ അവയവം എന്ന് പറയുന്നത് അവരുടെ അവയവത്തിനെ പുറത്തുണ്ടാക്കാൻ കാരണം തന്നെ, അല്ലെങ്കിൽ അവരുടെ സ്കോട്ടത്തിന് പുറത്തിടാനുള്ള കാരണം തന്നെ, അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തുണ്ടാക്കാനുള്ള കാരണം തന്നെ അവർക്ക് ആ ഒരു ഭാഗത്തെ ടെമ്പറേച്ചർ നമ്മളുടെ ബോഡീനെക്കാട്ടിലും ലൈറ്റർ ആവണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ചൂടെടുക്കുന്ന മെറ്റീരിയൽസ്, അതായത് സിൽക്കിനെ പോലത്തെ അല്ലെങ്കിൽ കോട്ടൺ അല്ലാത്ത മെറ്റീരിയൽസ് ആണ് നിങ്ങൾ അണ്ടർവെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ കൂടുകയും നിങ്ങൾക്ക് ഭാവിയിൽ കുട്ടികൾ ഉണ്ടാകാനുള്ള ചാൻസസ് വരെ അത് കുറയ്ക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇനി ഈ താല്പര്യക്കുറവിനെ എങ്ങനെ നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് നീ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങളെ പങ്കാളിയായിട്ടുള്ള പ്രശ്നങ്ങൾ ആദ്യം അവിടെ സോൾവ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ബെഡ്റൂമിലേക്ക് കിടക്കുക. രണ്ടാമതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് കൗൺസിലിംഗ് ആവശ്യമാണ്. ചില ആളുകൾക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല ഈ ഒരു കാര്യത്തിനോട്. എന്തൊക്കെ പറഞ്ഞാലും ഇതിനോട് എന്തോ ഒരു മെൻ്റൽ ബാരിയർ ഉണ്ടാവും. അതെന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം വരാറുണ്ട്. അത് ഭർത്താവ് ഭാര്യ തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെ ആവണം നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തായാലും അവരെ ഒരു കൗൺസിലറിനെ കാണിക്കുക, അവർക്കൊരു കൗൺസിലിംഗ് നിർബന്ധമായിട്ടും കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഇതെന്താ സംഭവിക്കുന്നത്, ഇത് പുറത്ത് പറയാൻ ഭയങ്കര മടിയാണ്. എങ്ങനെ ഇതൊരാളോട് പറയുക, അല്ലെങ്കിൽ ഞാൻ പുറത്ത് പറഞ്ഞാൽ എൻ്റെ വൈഫ് ഇതിനെക്കുറിച്ച് ഒരാളോട് മിണ്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതായത് വൈഫിന് ഭയങ്കര മടിയാണ്, ഇങ്ങനെ ഇതെന്തിനാ ആവശ്യം, ഇനി നിങ്ങൾ വേണമെങ്കിൽ വേറെ പോയി കെട്ടിക്കോ എന്ന് വരെ പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഇത്രയായില്ല, ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർക്ക് ആക്ച്വലി എന്താണ്, ഇങ്ങനെയാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരു കൗൺസിലറിൻ്റെ അടുത്ത് പോയിട്ട് ഇതെന്താണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സാഹചര്യത്തിൽ ഇപ്പോൾ പറഞ്ഞ പോലെ പെയിൻ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അതേപോലെ ഭയങ്കര ടൈറ്റ്നെസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ മെഡിക്കേഷൻ നിർബന്ധമാണ്. അതേപോലെ നല്ല രീതിയിലുള്ള വ്യായാമം നിർബന്ധമാണ്. ഈ ഭാഗങ്ങളിലേക്കുള്ള കറക്റ്റായിട്ടുള്ള ബ്ലഡ് ഫ്ലോ ഇല്ലെങ്കിലും ഈ പറഞ്ഞ പോലെയുള്ള താല്പര്യക്കുറവ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്.
ഇനി ഇതിനെ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജിൻസിങ് റൂട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അതേപോലെ മക്ക റൂട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇതിൻ്റെ പൊടി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ലൈംഗിക അവയവത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാനും അതേപോലെ ഈ താല്പര്യം കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. മറ്റൊന്നാണ് നമ്മളുടെ അവക്കാഡോ എന്ന് പറയുന്നത്. അതിലൊക്കെ ഹെൽത്തി ഫാറ്റ് കൂടുതലായതുകൊണ്ട് അതേപോലെ വിറ്റാമിൻ B6 ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഒരു താല്പര്യം കൂട്ടാനും അതേപോലെ നമ്മളുടെ സെക്സ് ഡ്രൈവിൻ്റെ ആ ഒരു എമൗണ്ടിനെ നമുക്ക് റെഡിയാക്കാനൊക്കെ ഇത് വളരെയേറെ ഹെൽപ്പ് ചെയ്യും. മറ്റൊന്നാണ് നമ്മളുടെ സ്ട്രോബെറി, ബനാന ഒക്കെ. പഴത്തിൽ എന്താന്ന് വെച്ചാൽ അതിൽ പൊട്ടാഷ്യം കൂടുതലുള്ളത് കൊണ്ട് തന്നെ അത് ടെസ്റ്റോസ്റ്ററോണിനെ കൂട്ടാൻ സഹായിക്കും. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് ഒരു പുരുഷ ഹോർമോണാണ്, അത് സ്ത്രീകളിൽ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ ഒരു താല്പര്യക്കുറവ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ പഴം കഴിക്കുമ്പോൾ പൊട്ടാഷ്യം കൂടുകയും ടെസ്റ്റോസ്റ്ററോൺ കൂടുകയും അതുവഴി നിങ്ങൾക്ക് ഒരു സെക്സ് ഡ്രൈവ് കൂടുകയും ചെയ്യും. അപ്പോൾ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾ വിളിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ വൈഫിന് താല്പര്യക്കുറവ് എന്ന് പറയുന്നതിൻ്റെ മുന്നേ കൺസിഡർ ചെയ്യും എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഗുഡ് ബൈ.